ദക്ഷിണ ലബനനിൽ വീണ്ടും ഇസ്രയേൽ സൈനിക നടപടി. റദ്വാൻ ഫോഴ്സ് എന്നറിയപ്പെടുന്ന ഹിസ്ബുള്ള സൈനിക വിഭാഗത്തിന്റെ പരിശീലന കേന്ദ്രത്തിലാണ് ആക്രമണമുണ്ടായത്. ഇസ്രയേലിനെതിരെ ആക്രമണത്തിന് പദ്ധതികൾ ഒരുക്കിയിരുന്ന നിർണായക കേന്ദ്രത്തിലായിരുന്നു ആക്രമണം. ഇസ്രയേൽ ലബനൻ വെടിനിർത്തൽ കരാറിലെ ധാരണകൾ ലംഘിച്ചായാണ് പരിശീലന കേന്ദ്രം പ്രവർത്തിച്ചതെന്നും ഇസ്രയേൽ. വിശദാംശങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, സമാധാന ധാരണ ലംഘിച്ച സാഹചര്യത്തിലാണ് ഇസ്രയേലിന്റെ ഒരു തിരിച്ചടി ആക്രമണമുണ്ടായതല്ലേ? സുരേഷ്, ഇസ്രയേൽ ലെബനൻ സമാധാന ധാരണയുടെ പ്രധാന ഘടകമായിരുന്നു ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുക എന്നുള്ളത്. എന്നാൽ ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുന്നതിന്റെ ഭാഗമായുള്ള നടപടികളൊന്നും തന്നെ പൂർണ്ണമായും അന്തിമഘട്ടത്തിൽ എത്തിയിട്ടില്ല എന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് റദ്വാൻ ഫോഴ്സിന്റെ പരിശീലന കേന്ദ്രം എന്ന് പറയുമ്പോൾ സായുധ പരിശീലന കേന്ദ്രം തന്നെയായാണ് അത് പ്രവർത്തിച്ചിരുന്നത്. ആ സായുധ പരിശീലന കേന്ദ്രത്തിലാണ് ശക്തമായ ഒരു ആക്രമണം ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഈ വെടിനിർത്തൽ ധാരണയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഹിസ്ബുള്ള എന്ന ഭീകര സ്വഭാവമുള്ള സംഘടനയെ നിയന്ത്രിക്കുക, അവർക്ക് ആയുധം ലഭ്യമാക്കുന്നത് തടയുക എന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ കാര്യമായൊരു മുന്നേറ്റമില്ലാത്ത അല്ലെങ്കിൽ കാര്യമായ നടപടികളില്ലാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് കടുത്ത നടപടിയിലേക്ക് നീങ്ങുന്ന ഒരു നിലപാട് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത് പല തവണയായി ഇസ്രയേൽ ഈ ഇത്തരം കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയിരുന്നു. ഈ കഴിഞ്ഞ വർഷം തന്നെ, അതായത് 2025 തന്നെ 4-5 തവണ ആക്രമണം നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അത്തരത്തിൽ ഹിസ്ബുള്ള ആക്രമണത്തിനുള്ള നീക്കങ്ങൾ നടത്തുകയും അതിനുള്ള സൈനിക സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രതിരോധ സംവിധാനങ്ങളും ആയുധ ശേഖരണവും എല്ലാം തന്നെ സ്വീകരിക്കുന്ന ഒരു നീക്കം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിന്റെ അവസാന ഘട്ടമാണ് അവസാന നടപടി എന്ന നിലയ്ക്കാണ് ഈ ആക്രമണത്തെ നിരീക്ഷിക്കേണ്ടത് എന്നും കൃത്യമായും ഇസ്രയേൽ പ്രതിരോധ സേന അറിയിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ഈ സമാധാന ശ്രമങ്ങൾ നടക്കുമ്പോൾ ഇത്തരത്തിൽ സമാധാനത്തിന് തുരങ്കം വെക്കുന്ന നിലപാടുകളും ഉണ്ടാകുന്നു. ഇത്തരം ഭീകര സംഘടനകൾക്കെതിരെ യാതൊരു തരത്തിലുള്ള സന്ധിയുമില്ല എന്ന തരത്തിലുള്ള നിലപാടിലേക്ക് തന്നെയാണ് ഇസ്രയേൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ സൈനിക നടപടി കൂടുതൽ കടുപ്പിക്കാൻ തന്നെയായിരിക്കും സാധ്യതയും, അല്ലേ? തീർച്ചയായും ഇത്തരം സൈനിക നീക്കങ്ങൾ, അതായത് ഹിസ്ബുള്ള പോലുള്ള ഭീകര സ്വഭാവമുള്ള സംഘടനകളുടെ രണ്ടാമതുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ വീണ്ടും അത് പുനരുദ്ധാനം ചെയ്യുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നത് തടയുക എന്ന കൃത്യമായ ഒരു അജണ്ട തന്നെയാണ് ഇസ്രയേൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഇസ്രയേൽ ഈ ഒരു ലക്ഷ്യം വെച്ച് തന്നെയാണ് അതിർത്തി മേഖലകളിൽ, അതായത് ഇസ്രയേലുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ, ലെബനന്റെ പല മേഖലകളിലും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഭീകര സ്വഭാവമുള്ള സംഘടനകൾ കാര്യമായി പ്രവർത്തിക്കുന്നുവെന്ന ഒരു തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ അവസാനത്തെ ഒരു സൂചനയാണ് ഇസ്രയേൽ പ്രതിരോധ സേന നടത്തിയ ആക്രമണം. ഇപ്പോൾ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ മേഖലയിലെ ഈ പരിശീലന കേന്ദ്രം ഏതാണ്ട് പൂർണ്ണമായും തകരുകയും അവിടേക്കുള്ള സപ്ലൈ ലൈനുകൾ, അതായത് അവിടേക്ക് എത്തിപ്പെടാനുള്ള റോഡുകളും സംവിധാനങ്ങളും അത് ഗ്യാസ് കണക്ടിവിറ്റി എല്ലാം തന്നെ തകർത്ത് കളഞ്ഞതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു ആക്രമണം, തുടരാക്രമണം നടക്കുന്ന ഒരു രീതി ഇസ്രയേലിന്റെ ഭാഗത്ത്, ലെബനനിലെ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് തടയുക, ലെബനനിലെ നിലവിലുള്ള ഹിസ്ബുള്ളയുടെ സൈനിക സംവിധാനങ്ങളെല്ലാം തന്നെ തകർക്കുക, ഹിസ്ബുള്ളയെ പൂർണ്ണമായും നിരായുധീകരിക്കുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടെയാണ് ഇസ്രയേൽ മുന്നോട്ട് പോകുന്നത് എന്നാണ് ഈ ആക്രമണത്തിലൂടെ നിരീക്ഷിക്കാൻ സാധിക്കുന്നത്. സുരേഷ്.